കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിന് അടുത്ത 10 വർഷം കൊണ്ട് 7000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രാലയം. ഇതുൾപ്പെടെ രാജ്യത്തെ കപ്പൽ ഗതാഗത മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പുതിയ അജണ്ട കേന്ദ്ര തുറമുഖ മന്ത്രാലയം പുറത്തിറക്കി. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ജി.കെ. വാസൻ അറിയിച്ചു. കപ്പൽ ഗതാഗത മേഖലയിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ലക്ഷ്യമിടുന്ന അജണ്ടയാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ 4 കേന്ദ്ര തുറമുഖങ്ങളിലൊന്നായി കൊച്ചിയെ മാറ്റും. കൊച്ചിയിൽ 7000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ജി.കെ. വാസൻ അറിയിച്ചു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ പ്രവർത്തനവും വിപുലമാക്കും. രാജ്യത്തിന് ആവശ്യമായ കപ്പലുകൾ കൊച്ചിയിൽ നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് തുറമുഖ വകുപ്പ് സെക്രട്ടറി കെ മോഹൻദാസ് അറിയിച്ചു. കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഇവിടെ വല്ലാർപാടത്ത് ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം മറ്റ് പല വികസന പ്രവർത്തനങ്ങളും ഒരു 7000 കോടി രൂപയെങ്കിലും വരുന്ന വികസന പ്രവർത്തനങ്ങൾ കൊച്ചി തുറമുഖത്ത് ഈ കാലഘട്ടത്തിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പടിഞ്ഞാറൻ തീരത്ത് കേന്ദ്രം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന തുറമുഖങ്ങളിൽ ഒന്ന് കേരളം ആവശ്യപ്പെട്ടാൽ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും കെ മോഹൻദാസ് അറിയിച്ചു. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത വിഴിഞ്ഞം വരെ നീട്ടുന്ന പ്രവർത്തനം 1 വർഷത്തിനകം പൂർത്തിയാക്കും. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ആദ്യഘട്ടം അടുത്ത മാസം പകുതിയോടെ രാജ്യത്തിന് സമർപ്പിക്കുമെന്നും ജി.കെ. വാസൻ അറിയിച്ചു. മനോരമ ന്യൂസ്.